എല്ലാവർക്കും ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 7th ചാപ്റ്റർ, നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. നമുക്ക് എസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110 അനുസരിച്ചാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നത്. ഇതിൽ നമുക്ക് എന്താണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിനെ കുറച്ച് കണ്ടൻസുകളൊക്കെ നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം പ്രോബ്ലത്തിലേക്ക് പോവാം. Sometimes a company purchases or acquire more than 50% or majority or all the shares of another company for securing control. അത് വേറൊരു കമ്പനീനെ കൺട്രോൾ ചെയ്യാനായിട്ട് വേറൊരു കമ്പനിയുടെ 50% കൂടുതൽ, 50% കൂടുതൽ ഷെയറുകൾ ഒരു കമ്പനി ഏറ്റെടുക്കും. അതിനെയാണ് നമ്മൾ വിളിക്കുക? അതിനെയാണ് അക്വയറിങ്, അതായത് വേറൊരു കമ്പനീനെ ഏറ്റെടുക്കുക. മെനി ബിഗ് കമ്പനീസ് ടുഡേ ഹാവ് സബ്സിഡറി ഓർ സബ്സിഡിയറീസ്. അതായത് ഇപ്പോൾ ഉള്ള വലിയ ബിഗ് കമ്പനീസിനൊക്കെ ഓൾറെഡി ഒരുപാട് സബ്സിഡിയറി കമ്പനീസ് ഉണ്ട്, ഓവർ വിച്ച് ദ കമ്പനി ഹാസ് കൺട്രോൾ. ഇൻ അതർ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ടുഡേ കമ്പനി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ ഗ്രൂപ്പ്സ്. അതായത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ കമ്പനികളെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുക. അതായത് നമുക്കറിയാം, മൊത്തത്തിലായിട്ട് ഈ ഒരു കമ്പനിയിൽ വേറൊരു കമ്പനിയിൽ കൺട്രോൾ ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തമായിട്ടൊരു ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുക. ഈ കമ്പനി വിച്ച് അക്വേഴ്സ് മോർ ദാൻ 50% ഓഫ് ദ ഷെയർസ് ഓഫ് അനദർ കമ്പനി ഈസ് കോൾഡ് പാരൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി. അതായത് ഒരു കമ്പനി വേറൊരു കമ്പനിയുടെ 50%-നേക്കാൾ കൂടുതൽ ഷെയറുകൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വാങ്ങിയ, അതായത് അക്വയർ ചെയ്ത കമ്പനീനെ നമ്മൾ എന്താ വിളിക്കുക? പാരൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി എന്നാണ് വിളിക്കുക. എ കമ്പനി ഹൂസ് മെജോറിറ്റി ഓഫ് ഷെയർസ് ആർ അക്വയർഡ് ബൈ പാരൻറ്റ് കമ്പനി. ഏത് കമ്പനിയുടെ ഷെയറാണോ പാരൻറ്റ് കമ്പനി ഏറ്റെടുത്തത് ആ കമ്പനിയെ നമുക്ക് എന്ത് വിളിക്കാം? ഈസ് നോൺ ആസ് സബ്സിഡിയറി കമ്പനി. ആ കമ്പനി നമ്മൾ സബ്സിഡിയറി കമ്പനി എന്നാണ് പറയാം. സപ്പോസ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ലിമിറ്റഡ് അക്വേഴ്സ് 75% ഓഫ് ദ ഇക്വിറ്റി ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 75% ഏറ്റെടുത്തു. അപ്പോൾ ആരാണ് അക്വയർ ചെയ്തത്? എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലെ അക്വയർ ചെയ്തത് ഏത് കമ്പനീനെ ഏറ്റെടുത്ത്? ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനീനെ. നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് 50%-നേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് പാരൻറ്റ് കമ്പനി എന്നും അതിനെ സബ്സിഡിയറി കമ്പനി എന്നും പറയാം. ഇവിടെ 75% ആണ്. അപ്പോൾ എ ലിമിറ്റഡ് ആണ് ബി ലിമിറ്റഡിനെ ഏറ്റെടുത്തത്. അപ്പോൾ ഏറ്റെടുത്ത കമ്പനി ആരാണോ അക്വയർ ചെയ്ത കമ്പനി അതിനെ നമുക്ക് പാരൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയാം. ഏത് കമ്പനീനെയാണ് ഏറ്റെടുത്തത് അതിനെ സബ്സിഡിയറി കമ്പനി എന്ന് വിളിക്കാം. അപ്പോൾ ഈ കേസിൽ, ഈ ഒരു എക്സാമ്പിളിൽ എ ലിമിറ്റഡ് അല്ലേ ഏറ്റെടുത്തത്? അപ്പോൾ എ ലിമിറ്റഡ് ആണ് പാരൻറ്റ് കമ്പനി, ബി ലിമിറ്റഡ് ആണ് സബ്സിഡിയറി കമ്പനി. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് മൈൻഡിലിട്ടിട്ട് വേണം നമ്മൾ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. മീനിങ്സ് ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. The information contained in the individual financial statements of a parent company and each of its subsidiary does not give a picture of the group's total activities. അതായത് പാരൻറ്റ് കമ്പനിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും സെപ്പറേറ്റ് ആയിട്ടുള്ള സബ്സിഡിയറി കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ഗ്രൂപ്പിൻ്റെ മൊത്തം ആക്ടിവിറ്റീസിൻ്റെ ഒരു പിക്ചർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വെൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് പാരൻറ്റ് ആൻഡ് ഇറ്റ് സബ്സിഡിയറീസ് ആർ കമ്പൈൻഡ് ടുഗെദർ എന്ന് പറഞ്ഞാൽ പാരൻറ്റ് കമ്പനിയുടെ ഏറ്റെടുത്ത കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഏത് കമ്പനീനെയാണോ ഏറ്റെടുത്തത് ആ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യണം. വി ഷാൽ ഗെറ്റ് എ പിക്ചർ ഓഫ് ദ ഗ്രൂപ്പ്സ് ടോട്ടൽ ആക്ടിവിറ്റീസ്. അങ്ങനെ കമ്പൈൻ ചെയ്താൽ മാത്രമാണ് ടോട്ടൽ ആക്ടിവിറ്റീസ്, ആ മൊത്തം ഗ്രൂപ്പിൻ്റെ ടോട്ടൽ ആക്ടിവിറ്റീസിൻ്റെ ഒരു പിക്ചർ നമുക്ക് കിട്ടുള്ളൂ. സച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കോൾഡ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു കമ്പനി നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം എ ലിമിറ്റഡ് 75%, ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറുകൾ ഏറ്റെടുത്തു. ആ ഒരു സിറ്റുവേഷനിൽ എ ലിമിറ്റഡിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ബി ലിമിറ്റഡിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് മാത്രം നമുക്കൊരു ടോട്ടൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൻ്റെ മൊത്തം പെർഫോമൻസോ അല്ലെങ്കിൽ പിക്ചറോ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൊത്തമായിട്ട് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ കമ്പൈൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ദ ഇൻഡിവിജ്വൽ വൺസ്. അതായത് ഓരോ ഇൻഡിവിജ്വലിൽ നിന്നാണ്, അതായത് ഓരോ സബ്സിഡിയറി കമ്പനീസിൽ നിന്നാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ് വെൻ വൺ കമ്പനി അക്വേഴ്സ് എ കൺട്രോളിംഗ് പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ഓഫ് അനദർ. നമ്മൾ പറഞ്ഞ നേരത്തെ കണ്ടീഷൻ പ്രകാരം 50%-നേക്കാൾ കൂടുതൽ വേറൊരു കമ്പനി ഏറ്റെടുത്താൽ മാത്രമാണ് അവിടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബോത്ത് കമ്പനീസ് കണ്ടിന്യൂ ദെയർ സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റീസ്. അതായത്
ആ രണ്ട് കമ്പനീസും സെപ്പറേറ്റ് ആയിട്ട് നിലനിൽപ്പ് സ്ഥിരമായിട്ടുള്ളൊരു നിലനിൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. Thus, consolidated financial statement should be prepared when the parent company has control over the subsidiaries or അതായത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ നമുക്കറിയാം മറ്റേ സബ്സിഡിയറി കമ്പനീസിൻ്റെ കൺട്രോൾ, അതായത് അതിൽ കൺട്രോൾ ഈ പാരൻറ്റ് കമ്പനിക്ക് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത്. ഇനി ഇതിൽ അറിയേണ്ട കുറച്ച് കീ ഡെഫിനിഷൻസ് ഉണ്ട്. അതായത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 110 അനുസരിച്ച് ഇതിൽ വരുന്ന കുറച്ച് കോമൺ ടേംസ് നമുക്ക് നോക്കാം. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ നമുക്കൊന്നുകൂടെ പറയാം, എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇറ്റ് ഈസ് എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ ഗ്രൂപ്പ് ഇൻ വിച്ച് ദ അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റീസ്, ഇൻകം, എക്സ്പെൻസസ് ആൻഡ് ക്യാഷ് ഫ്ലോസ് ഓഫ് ദ പാരന്റ് ആൻഡ് ഇറ്റ് സബ്സിഡിയറീസ് ആർ പ്രസൻറ്റഡ് ആസ് ദോസ് ഓഫ് എ സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി. ഒരു സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി എന്ന രീതിയിൽ പാരൻറ്റ് കമ്പനീസിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും ഇക്വിറ്റീസും ഇൻകംസും എക്സ്പെൻസും ക്യാഷ് ഫ്ലോസും ഒക്കെ എന്ത് ചെയ്യുക, സബ്സിഡിയറീസിനും കൂടിയിട്ട് ഒരുമിച്ച് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് പാരൻറ്റ് കമ്പനിയുടെ ഡീറ്റെയിൽസും സബ്സിഡിയറി കമ്പനിയുടെ ഡീറ്റെയിൽസും ഒരുമിച്ച് നമ്മൾ ഒരു സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി എന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും. ഇനി എന്താണ് പാരൻ്റ് എന്ന് പറഞ്ഞാൽ, പാരൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞതാണ്. പാരൻറ്റ് ഈസ് എൻ എൻറ്റിറ്റി ദാറ്റ് കൺട്രോൾ വൺ ഓർ മോർ എൻറ്റിറ്റീസ്. ഒന്നോ അതിലധികമോ എൻറ്റിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന എൻറ്റിറ്റിയാണ് പാരൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എൻ എൻ്റർപ്രൈസ് ദാറ്റ് ഹാസ് വൺ ഓർ മോർ സബ്സിഡിയറീസ്. ഇങ്ങനെയുള്ള എൻ്റർപ്രൈസുകൾക്ക് ഒന്നോ അതിലധികമോ സബ്സിഡിയറീസ് ഉണ്ടായിരിക്കും. ഇറ്റ്സ് എ കമ്പനി വിച്ച് ഹോൾഡ് ദ മെജോറിറ്റി ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് അനദർ കമ്പനി. മറ്റൊരു കമ്പനിയുടെ മെജോറിറ്റി ഓഫ് ഷെയറുകൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പാരൻറ്റ് കമ്പനി. മെജോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 50%-നേക്കാൾ കൂടുതൽ വേണം കേട്ടോ. 50% കൂടുതൽ ഷെയറുകൾ ഒരു കമ്പനി വാങ്ങിയാൽ മാത്രമാണ് ആ കമ്പനിയുടെ നമ്മൾ പാരൻറ്റ് കമ്പനി എന്ന് പറയുള്ളൂ. പാരൻറ്റ് കമ്പനി ഈസ് ഓൾസോ നോൺ ആസ് ഹോൾഡിംഗ് കമ്പനി. പാരൻറ്റ് കമ്പനി നമ്മൾ വേറൊരു പേര് വിളിക്കും, ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കും. നെക്സ്റ്റ് ആണ് സബ്സിഡിയറി ആണ്. എ സബ്സിഡിയറി ഈസ് എ കമ്പനി ഹൂസ് മെജോറിറ്റി ഓഫ് ഇക്വിറ്റി ഷെയർസ് ആർ ഹെൽഡ് ബൈ അനദർ കമ്പനി. അതായത് ഏത് കമ്പനിയുടെ മെജോറിറ്റി ഓഫ് ഷെയർ ആണോ വേറൊരു കമ്പനി ഏറ്റെടുത്തേക്കുന്നത്, അത് ഏത് കമ്പനിയുടെയാണോ ആ കമ്പനിയാണ് സബ്സിഡിയറി കമ്പനി എന്ന് വിളിക്കുക. അതായത് പാരൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ഏത് കമ്പനിയുടെ ഷെയർ ആണോ അക്വയർ ചെയ്തിട്ടുള്ളത് ആ കമ്പനീനെയാണ് നമ്മൾ സബ്സിഡിയറി കമ്പനി എന്ന് വിളിക്കുക. If the parent has purchased 100% of the outstanding equity shares, the subsidiary is called wholly owned subsidiary. ഒരു കമ്പനിയുടെ 100% ഇക്വിറ്റി ഷെയറും വേറൊരു കമ്പനി ഏറ്റെടുത്താൽ ഇങ്ങനെയുള്ള സബ്സിഡിയറി കമ്പനി നമുക്ക് എന്ത് വിളിക്കാം, ഹോളി ഓൺഡ് സബ്സിഡിയറി കമ്പനി എന്ന് വിളിക്കാം. നേരത്തെ പറഞ്ഞു 50%-നേക്കാൾ കൂടുതൽ ഷെയറുകൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങുന്ന കമ്പനി പാരൻറ്റ് കമ്പനിയും ഏത് കമ്പനിയാണോ വാങ്ങിയത് ആ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ സബ്സിഡിയറി കമ്പനിയുടെ 100% ഇക്വിറ്റി ഷെയർ മേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സബ്സിഡിയറി കമ്പനി നമുക്ക് എന്ത് വിളിക്കാം, ഹോളി ഓൺഡ് സബ്സിഡിയറി കമ്പനി എന്ന് വിളിക്കാം. നെക്സ്റ്റ് കൺട്രോൾ ഓഫ് ആൻ ഇൻവെസ്റ്റി ആണ്. ആൻ ഇൻവെസ്റ്റർ കൺട്രോൾ ആൻ ഇൻവെസ്റ്റി വെൻ ഇറ്റ് ഇസ് എക്സ്പോസ്ഡ് ഓർ ഹാസ് റൈറ്റ് ടു വേരിയബിൾ റിട്ടേൺസ് ഫ്രം ഇറ്റ്സ് ഇൻവോൾവ്മെൻറ്റ് വിത്ത് ദ ഇൻവെസ്റ്റി ആൻഡ് ഹാസ് ദ ലൈബിലിറ്റി ടു എഫക്ട് ദോസ് റിട്ടേൺസ് ത്രൂ ഇറ്റ്സ് പവർ ഓവർ ദ ഇൻവെസ്റ്റി. അതായത് നമുക്കറിയാം ഒരു കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയിൽ മേൽ കുറേയധികം കൺട്രോളുകൾ ഉണ്ടായിരിക്കും ആർക്ക്, പാരൻറ്റ് കമ്പനിക്ക്. അതിനെയാണ് കൺട്രോൾ ഓഫ് ആൻ ഇൻവെസ്റ്റി എന്ന് പറയുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി അത് കേട്ടോ. നെക്സ്റ്റ് ആണ് ഗ്രൂപ്പ് കമ്പനീസ്. എന്താണ് ഗ്രൂപ്പ് കമ്പനീസ്? If one company owns more than 50% of the equity shares of another company, it gives the first company control of the second company. അതറിയാം. അതായത് ഒരു കമ്പനി വേറൊരു കമ്പനിയുടെ 50%-നേക്കാൾ കൂടുതൽ ഷെയറുകൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കമ്പനി പാരൻറ്റ് കമ്പനിയാണ്. ആ കമ്പനിക്ക് ഏത് കമ്പനീനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, സെക്കൻഡ് കമ്പനീനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. The parent company has enough voting power to appoint all the directors of the subsidiary company. പാരൻറ്റ് കമ്പനിക്ക് വോട്ടിംഗ് പവർ ഉണ്ട്. എന്തിനുള്ള വോട്ടിംഗ് പവർ ഉണ്ട്? സബ്സിഡിയറി കമ്പനീസിലെ എല്ലാ ഡയറക്ടേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടുള്ള വോട്ടിംഗ് പവർ പാരൻറ്റ് കമ്പനിക്ക് ഉണ്ട്. In strict legal terms, parent and subsidiaries remains distinct, but in economic substance, they can be regarded as a single unit. അതായത് ലീഗൽ ടേംസിൽ നോക്കുകയാണെങ്കിൽ, അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലീഗൽ ടേംസിൽ നോക്കുകയാണെങ്കിൽ പാരൻറ്റ് കമ്പനിയും സബ്സിഡിയറി കമ്പനീസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്, സെപ്പറേറ്റ് ആണ്. പക്ഷേ എക്കണോമിക് സബ്സ്റ്റൻസിൽ നോക്കുകയാണെങ്കിൽ അത് രണ്ടും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, അതായത് ഗ്രൂപ്പ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. The parent company and its subsidiary companies are collectively called group. ഈ പാരൻറ്റ് കമ്പനീനെയും സബ്സിഡിയറി കമ്പനീനെയും കോമൺ ആയിട്ട് നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേരാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ പാരൻറ്റ് കമ്പനി ഉണ്ടായിരിക്കും, സബ്സിഡിയറി കമ്പനീസ് ഉണ്ടായിരിക്കും. അത് ഗ്രൂപ്പിൻ്റെ കുറച്ച് സ്ട്രക്ചറുകളൊക്കെ പറയുന്നുണ്ട്, ജസ്റ്റ് അത് അറിഞ്ഞിരുന്നാൽ മതി. ഒരു 2 സ്ട്രക്ചറുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. അതിൽ ഡയറക്റ്റ് ഹോൾഡിംഗ്. The simplest structure is one which parent company has only a direct interest in the shares of the subsidiary company.
സബ്സിഡിയറി കമ്പനീസിൽ ഡയറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഹോൾഡിങ്ങിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഹോൾഡിംഗ് എന്ന് പറയുക. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പി എന്ന് പറയുന്ന കമ്പനിയുടെ അടിയിൽ S1, S2, S3 എന്ന് പറയുന്ന 3 സബ്സിഡിയറി കമ്പനീസ് ഉണ്ട്. പി എന്ന് പറയുന്ന കമ്പനിക്ക് നേരിട്ട് S1ൽ 100% ഷെയറുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. S2ൻ്റെ 80% ഷെയറുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. S3യുടെ 90% ഷെയറുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ പി എന്ന് പറയുന്ന കമ്പനിക്ക് നേരിട്ടാണ് സബ്സിഡിയറി കമ്പനീസിൽ കൺട്രോൾ ഉള്ളത്. അപ്പോൾ ഇതിനെയാണ് ഡയറക്റ്റ് ഹോൾഡിംഗ് എന്ന് പറയാം. ഇനി ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് ഉണ്ട്. എന്താണ് ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ? വൺ ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് ഗ്രൂപ്പ് സ്ട്രക്ചർ ഈസ് വൺ ഇൻ വിച്ച് എ പാരന്റ് കമ്പനി ഹോൾഡ് മോർ ദാൻ 50% ഓഫ് ദ ഷെയർസ് ഓഫ് അനദർ കമ്പനി. ദിസ് സബ്സിഡിയറി കമ്പനി ഹോൾഡ്സ് മോർ ദാൻ 50% ഓഫ് ദ ഷെയർ ഓഫ് അനദർ കമ്പനി. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് പി എന്ന് പറയുന്ന കമ്പനിയാണ്, അതിനടിയിൽ S1 എന്ന് പറയുന്ന കമ്പനീനെ കൺട്രോൾ ചെയ്തിരിക്കുന്ന പി ആണ്. അതായത് ദാറ്റ് മീൻസ് പി 51% ഷെയർ എസിൻ്റെ അക്വയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എസ് എന്ന് പറയുന്ന കമ്പനിയോ 51% ഷെയർ SS എന്ന് പറയുന്ന കമ്പനിയുടെയും അക്വയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ പി കമ്പനി ഓൺസ് 51% ഓഫ് ദ ഇക്വിറ്റി ഷെയർസ് ഇൻ എസ് കമ്പനി. ദസ് എസ് കമ്പനി ഈസ് എ സബ്സിഡിയറി ഓഫ് പി കമ്പനി. എസ് കമ്പനി ഇൻ ടേൺ owns 51% of the equity shares in SS company. Thus, SS company is a subsidiary of S company. Consequently, SS company becomes a subsidiary of P company. ഈ ഒരു സിറ്റുവേഷനിൽ SS കമ്പനിയും S കമ്പനിയും പിയുടെ സബ്സിഡിയറി കമ്പനീസ് ആണ്. ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുക. പക്ഷേ പിക്ക് നേരിട്ട് എന്ത് ചെയ്യില്ല, നേരിട്ടല്ല ഹോൾഡ് ചെയ്തിരിക്കുന്നത്. SS എന്ന് പറയുന്ന കമ്പനി നേരിട്ടല്ല ഹോൾഡ് ചെയ്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. കാരണം പി ഹോൾഡ് ചെയ്തേക്കണ S പറയുന്ന കമ്പനീനെ മാത്രമാണ്. പക്ഷേ S എന്ന് പറയുന്ന കമ്പനിയിൽ ആരുടെ ഷെയറുകളുണ്ട്? SS എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറുകളുണ്ട്. അതുകൊണ്ട് SS-ഉം പിയുമായിട്ടൊരു ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഇതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് എന്ന് പറയുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കാൽക്കുലേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന് വേറൊരു പേര് വിളിക്കും, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് വിളിക്കും. ഇവിടെ ബ്രാക്കറ്റിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റിനെ എഴുതി വയ്ക്കാം. എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്? നമുക്ക് നോക്കാം. When a company holds more than 50% of equity shares of another company, the remaining shares shall be held by outsiders. In such circumstances, it becomes necessary to calculate non-controlling interest. അതായത് ഒരു കമ്പനി വേറൊരു കമ്പനിയുടെ 50%-നേക്കാൾ കൂടുതൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഹോൾഡ് ചെയ്യാത്ത ഭാഗമില്ലേ, ഹോൾഡ് ചെയ്യാതെ ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ കിടക്കുന്ന ഭാഗമില്ലേ, അതിനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് റെഫേഴ്സ് ടു ദ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓർ നെറ്റ് അസെറ്റ് ദാറ്റ് ബിലോങ് ടു ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിൻ്റെ ഔട്ട്സൈഡിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള ആ ഷെയറിൻ്റെ പ്രൊപ്പോർഷനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. എക്സാമ്പിൾ നമുക്ക് നോക്കാം. X Limited holds 80% of the shares in Y Limited. This means that 20% shares are held by investors from outside the group. X Limited എന്ന് പറയുന്ന കമ്പനി Y Limited എന്ന് പറയുന്ന കമ്പനിയുടെ 80% എന്ത് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. അത് മീൻസ് അക്വയർ ചെയ്തേക്കാണ്. അപ്പോൾ X Limitedന് Y Limitedൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന 80% ഷെയറുകൾക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 20% എക്സിൻ്റെ കൺട്രോളല്ല. അപ്പോൾ എക്സിൻ്റെ കൺട്രോളിലല്ലാത്ത ബാക്കി റിമൈനിങ് പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വിളിക്കുക. വെരി സിമ്പിളാണ്. എക്സ് ലിമിറ്റഡ് എത്ര പെർസെൻറ്റേജാണ് അക്വയർ ചെയ്തേക്കണേ, ആ പെർസെൻറ്റേജിന് ഈക്വലായിട്ട് മാത്രമേ നമുക്ക് ആ കമ്പനിയെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കി അക്വയർ ചെയ്യാത്ത റിമൈനിങ് പോർഷൻ ഉണ്ടല്ലോ, ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന ആ റിമൈനിങ് പോർഷനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. അതിന് ഇനിയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നും പറയാം. This further means that X Limited has controlling interest in Y Limited and minority group holding 20% has non-controlling interest. Thus, this minority group has proportionate shares the net asset of Y Limited. ഇതിനെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കേണ്ട കാര്യം, എത്ര ഷെയർ ആണോ പാരൻറ്റ് കമ്പനി അക്വയർ ചെയ്തേക്കുന്നത്, ബാക്കിയുള്ള റിമൈനിങ് പോർഷനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയാം. അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് 2 മെത്തേഡ്സ് ഉണ്ട്. അതിൽ മെത്തേഡ് 1 പ്രകാരം നമുക്ക് എങ്ങനെയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. വാല്യൂ ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള വാല്യൂ ഓഫ് ഷെയർ, മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള എന്ന് പറഞ്ഞാൽ അക്വയർ ചെയ്തതിന് ശേഷമുള്ള ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Y Limited എന്ന് പറയുന്ന കമ്പനീനെ X Limited ഒരു 60% അക്വയർ ചെയ്തു. ബാക്കിയുള്ള 40%-നെയാണ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. അതായത് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള വാല്യൂ ഓഫ് ഷെയറിനെയാണ് എന്ത് പറയുക, ഈ ബാക്കി വരുന്ന റിമൈനിങ് പോർഷനില്ലേ, അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്?
പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഷെയർ. അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അക്വയറി ചെയ്യുന്നത് വരെയുള്ള പ്രോഫിറ്റ്, അതായത് അക്വയറി ചെയ്ത ഡേറ്റ് എന്നാണോ അതിന് മുമ്പത്തെ പ്രോഫിറ്റ്. അത് ക്വസ്റ്റനിൽ നമുക്ക് ബാലൻസ് ഷീറ്റിലൊക്കെ തരുമല്ലോ, റിട്ടേൺ ഏണിങ്സ് എന്നോ അല്ലെങ്കിൽ റിസർവ്സ് എന്നൊക്കെ പറഞ്ഞാൽ തരില്ലേ നമുക്ക്. ആ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെയും എന്ത് ചെയ്യണം നമ്മൾ, റിമൈനിങ് പോർഷൻ എടുക്കണം. അപ്പോൾ 60% അക്വയർ ചെയ്തെങ്കിൽ ബാക്കി 40% ഔട്ട്സൈഡേഴ്സിനുള്ളതല്ല. അപ്പോൾ ആ റിട്ടേൺ ഏണിങ്സിൻ്റെ 40% കൂടി എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതുപോലെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ക്വസ്റ്റനിൽ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കണം, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന ടോട്ടൽ എമൗണ്ടിൻ്റെയാണ് NCI എന്ന് പറയുക, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ വാട്ട് ഈസ് NCI എന്ന് ചോദിച്ചാൽ അത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. ഇനിയിപ്പോൾ ലോസ് ആണെങ്കിൽ, പ്രീ അക്വിസിഷൻ ലോസ് ആണ് അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ ലോസ് ആണ് ക്വസ്റ്റനിലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നതിന് പകരം ലെസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ, അതൊന്നും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് മെത്തേഡ് 2 ആണ്. മെത്തേഡ് 2 കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഷെയർ ഓഫ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ നെറ്റ് അസെറ്റ് ഓഫ് സബ്സിഡിയറി കമ്പനീസ്. അതായത് നെറ്റ് അസെറ്റ് ഉണ്ടല്ലോ, ആ നെറ്റ് അസെറ്റിൻ്റെ ഔട്ട്സൈഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിലുള്ള ആ ഷെയറാണ് ശരിക്കും എന്താ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. അപ്പോൾ നെറ്റ് അസെറ്റ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നെറ്റ് അസെറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടല്ലോ, ഷെയർ ക്യാപിറ്റൽ, അതും റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഇല്ലേ, അതിൻ്റെ എത്ര പെർസെൻറ്റേജ്, ബാക്കിയുള്ള റിമൈനിങ് പെർസെൻറ്റേജ്, അതായത് പാരൻറ്റ് കമ്പനി ഏറ്റെടുത്തതിന് ശേഷമുള്ള ബാക്കിയുള്ള പെർസെൻറ്റേജ് എന്ത് ചെയ്താൽ മതി, ആ കിട്ടുന്ന പെർസെൻറ്റേജ് ആൻസറാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ ടോട്ടൽ അസെറ്റിൽ നിന്ന് ടോട്ടൽ ലൈബിലിറ്റീസ് കുറയ്ക്കുക. ടോട്ടൽ ലൈബിലിറ്റീസ് പറയുമ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എടുക്കരുത് കേട്ടോ. ടോട്ടൽ അസെറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും ഇല്ലാതെയുള്ള ബാക്കിയുള്ള ലൈബിലിറ്റീസിൽ അത് കുറച്ച് കിട്ടുന്ന ആ എമൗണ്ടിൻ്റെ എന്ത് ചെയ്യണം, 40%. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 40% കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കിട്ടും. അതിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. വളരെ സിമ്പിളാണത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡുകളും ഓർത്ത് വയ്ക്കുക. അതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ എടുത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ, നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്യുക. മനസ്സിലാകുന്നില്ല, ഒന്ന് റിപ്പീറ്റേഷൻ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻസ് ഒന്നുകൂടെ എടുത്തു തരണമെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.